DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു നാഷണൽ ഡാറ്റാബേസാണ് ഇ-ശ്രം കാർഡ്. നിർമ്മാണ തൊഴിലാളികൾ, വീട്ടുജോലിക്ക് പോകുന്നവർ, ഓട്ടോ ടാക്സി വർക്കേഴ്സ്, തെരുവ് കച്ചവടക്കാർ, ഡെലിവറി ജീവനക്കാർ, താൽക്കാലികമായി ജോലി ചെയ്യുന്നവർ തുടങ്ങിയവരെല്ലാം അസംഘടിത മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഇത്തരത്തിൽ അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർ ഇ-ശ്രം കാർഡിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു 12 അക്ക UAN നമ്പർ ലഭിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് 12 അക്ക UAN നമ്പർ ലഭിക്കുകയും നിങ്ങൾക്ക് ഇ-ശ്രം കാർഡ് ലഭിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നിരവധി നേട്ടങ്ങളാണ് ലഭിക്കുന്നത്. അതായത് സർക്കാർ ക്ഷേമ പദ്ധതികൾ നമുക്ക് നേരിട്ട് ലഭിക്കാൻ സഹായിക്കുന്ന ഒരു ID പോലെയാണ് ഇ-ശ്രം കാർഡ് പ്രവർത്തിക്കുന്നത്. ആധാർ കാർഡ് ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ എന്നിങ്ങനെയുള്ള രേഖകൾ നൽകി ഇ-ശ്രം കാർഡിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും. ഓൺലൈൻ വഴി സ്വന്തമായും ഇതിനായി അപേക്ഷിക്കാം. ഇത്തരത്തിൽ ഇ-ശ്രം കാർഡ് ലഭിക്കുന്നതിലൂടെ നിങ്ങളൊരു തൊഴിലാളിയായെന്നുള്ള സർക്കാർ അംഗീകാരം നേടാൻ സാധിക്കും. മാത്രമല്ല അപകട ഇൻഷുറൻസ് പോലുള്ള ഇൻഷുറൻസുകളും ലഭിക്കും. സർക്കാർ പല പദ്ധതികളും പല കാലയളവിലായി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പുതിയ പദ്ധതികൾ വരുമ്പോൾ അത് നിങ്ങൾക്ക് അനുയോജ്യമായ പദ്ധതിയാണെങ്കിൽ അത് നിങ്ങൾ സർക്കാരിൻ്റെ ഈ ഒരു ഡാറ്റാബേസിൽ ഇ-ശ്രം കാർഡിലൂടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് കണക്ട് ചെയ്യാനും സാധിക്കും. പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന അഥവാ PMSYM പോലുള്ള പെൻഷൻ പദ്ധതിയിൽ നിങ്ങൾക്ക് ഡയറക്റ്റായി അപേക്ഷിക്കുവാനും അതിൻ്റെ ആനുകൂല്യം നേടാനും ഇതുവഴി സാധിക്കും. ഇ-ശ്രം കാർഡ് കയ്യിലുണ്ടെങ്കിൽ ഈ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കും. ഇന്ത്യയിലെ അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടി സർക്കാർ പിന്തുണയോടെ നടപ്പാക്കുന്ന ഒരു പെൻഷൻ പദ്ധതിയാണ് PMSYM അഥവാ പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കും. അസംഘടിത തൊഴിലാളികൾ, അതായത് തെരുവ് കച്ചവടക്കാർ, വീട്ടുജോലിക്കാർ, കർഷക തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, റിക്ഷാ തൊഴിലാളികൾ, തയ്യൽക്കാർ തുടങ്ങിയ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുക. ആദായനികുതി അടക്കുന്നവർക്ക് ചേരാൻ സാധിക്കില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. അതോടൊപ്പം EPFO, ESIC, NPS എന്നീ പദ്ധതികളിൽ അംഗങ്ങളായവർക്കും അപേക്ഷിക്കാൻ സാധിക്കില്ല. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കെ ഗുണഭോക്താവ് മരണപ്പെട്ടാൽ പങ്കാളിക്ക് പെൻഷൻ തുകയുടെ 50% കുടുംബ പെൻഷനായി ലഭിക്കും. 15,000 രൂപയ്ക്ക് താഴെയാണ് നിങ്ങളുടെ മാസ വരുമാനമെങ്കിൽ മാത്രമേ ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കൂ. എത്ര രൂപയാണ് പദ്ധതിക്ക് വേണ്ടി നിക്ഷേപിക്കുന്നത് ആ തുകയ്ക്ക് തുല്യമായ വിഹിതം സർക്കാരും നിക്ഷേപിക്കും. അംഗത്തിന് 60 വയസ്സ് തികഞ്ഞാൽ തൊട്ടടുത്ത മാസം മുതൽ 3,000 രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്ന പെൻഷൻ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന. ഇതൊരു പങ്കാളിത്ത പെൻഷൻ രീതിയാണ്. 18 വയസ്സിലാണ് നിങ്ങൾ ഈ പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ മാസം 55 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. 40 വയസ്സിലാണ് ചേരുന്നതെങ്കിൽ നിങ്ങൾ 200 രൂപ വീതം പദ്ധതിയിൽ നിക്ഷേപിക്കണം. ഇത്തരത്തിൽ പദ്ധതിയിൽ ചേരുന്ന പ്രായത്തിനനുസരിച്ച് അടയ്ക്കുന്ന തുകയിൽ വ്യത്യാസമുണ്ടാകും. രജിസ്ട്രേഷൻ പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്കൊരു ശ്രം യോഗി പെൻഷൻ കാർഡ് ലഭിക്കും. ഇതിൽ നിങ്ങളുടെ തനതായ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കും. നിങ്ങൾ ഇ-ശ്രം കാർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാറ്റ ഓൾറെഡി സർക്കാരിൻ്റെ ലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ്. അതിനാൽ തന്നെ നിങ്ങൾ PMSYM പോലുള്ള മറ്റ് സർക്കാർ പദ്ധതിയിൽ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് മുഴുവൻ ഡാറ്റാസും നൽകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇ-ശ്രം കാർഡ് ലഭിക്കുമ്പോൾ അതിലൊരു 12 അക്ക നമ്പർ ഉണ്ടാകും. ആ ഒരു UAN നമ്പർ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് PMSYM പദ്ധതിയിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വെരിഫിക്കേഷനും രജിസ്ട്രേഷനും വളരെ വേഗത്തിലാക്കാനും ഇ-ശ്രം കാർഡ് സഹായിക്കും. അതിനാൽ തന്നെ ഇ-ശ്രം കാർഡ് കയ്യിലുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതിയിലേക്ക് വളരെ വേഗത്തിൽ ചേരുവാൻ സാധിക്കും. ഓൺലൈനായി shramyogi.gov.in പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ CSC കേന്ദ്രങ്ങൾ വഴിയോ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാം. ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ 12 അക്ക UAN നമ്പർ ലഭിക്കും. ഈ നമ്പർ ലഭിച്ചതിന് ശേഷം സോഷ്യൽ സെക്യൂരിറ്റി സ്കീം സെക്ഷനിൽ PMSYM തിരഞ്ഞെടുക്കുക. അവിടെ നിങ്ങൾക്കൊരു ഫോം ലഭിക്കും. ആ ഫോം കൃത്യമായി പൂരിപ്പിക്കുക. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകി അവിടെ ഓട്ടോ ഡെബിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ എത്ര രൂപയാകും നിക്ഷേപിക്കേണ്ടത് ആ തുക കൃത്യമായി മാറ്റിവെക്കുക. ഇത്തരത്തിൽ 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കൃത്യമായി ഇത് അപേക്ഷിക്കുകയും മാസം ഈ തുക കൃത്യമായി നിക്ഷേപിക്കുകയും ചെയ്യുകയാണെങ്കിൽ 60 വയസ്സിന് ശേഷം നിങ്ങൾക്ക് 3,000 രൂപയുടെ പെൻഷൻ നേടാൻ സാധിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.